കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്കൊരുമിച്ചൊരു വേദഭാഗം നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്: യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ന്യായവിധി എന്ന വാക്ക് ന്യായവിധി എന്നല്ല, ശിക്ഷാവിധി എന്ന. ന്യായവിധി എല്ലാ ദൈവമക്കൾക്കും ഉള്ളതാണ് ന്യായവിധി. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവനവൻ ശരീരത്തിലേക്കും ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. അപ്പം ന്യായവിധി എല്ലാവർക്കും ഉണ്ട്, പകരം ഇത് ശിക്ഷാവിധി എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, അവർ ശിക്ഷിക്കപ്പെടുന്നില്ല, അവർ നരകത്തിലേക്ക് അവരെ തള്ളുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ, നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് നമുക്കൊരു വഴി തുറന്നിട്ടുണ്ട്. സ്വർഗം നമുക്കൊരു മാർഗം തന്നിട്ടുണ്ട്. അത് മറ്റൊന്നല്ല, യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുവിൽ ആരാണോ വിശ്വസിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് ശിക്ഷാവിധിയില്ല, അവർ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾ പറയട്ടെ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത, നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത അത്രമാത്രം കഠിനമേറിയ ശിക്ഷാവിധിയാണ് നരകം, നിത്യനരകം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തിരുവചനം പഠിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ ശിക്ഷാവിധിയിൽ നിന്ന് പുറത്തു വരുന്നു. യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ആരും ശിക്ഷിക്കപ്പെടാതിരിക്കാനാ. നമ്മളാരും ശിക്ഷിക്കപ്പെടരുത്, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണം, നമ്മളെല്ലാം രക്ഷപ്പെടണം, നമ്മളെല്ലാം കർത്താവിൻ്റെ നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടാണ് സ്വർഗത്തെ വിട്ട് യേശു കർത്താവ് ഭൂമിയിലേക്ക് വരാൻ ഇടയായി തീർന്നത്. അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തത് ആ കാരണം കൊണ്ടാണ് ശിക്ഷിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ആ യേശു കർത്താവിൽ വിശ്വസിച്ച് നമുക്ക് നിത്യജീവൻ്റെ ഭാഗമായി തീരാം, നിത്യജീവൻ്റെ അവകാശികളായി തീരാം. ന്യായവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. കർത്താവ് നമ്മളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കർത്താവ് നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ആ രക്ഷകൻ്റെ പുറകെ പോയാൽ നമുക്ക് നമ്മുടെ പകലത്തെ ജീവിതം, ഇന്നത്തെ ജീവിതം നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും, നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിത്തീരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ആ യേശുവിൽ വിശ്വസിക്കാം, നിത്യജീവൻ്റെ ഭാഗമായി തീരാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ആ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കുന്ന യേശുവിനെ വിശ്വസിക്കാൻ, യേശുവിൽ ആശ്രയിക്കാൻ, യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ആ കർത്താവിൽ വിശ്വസിക്കാനുള്ള ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് തരണം കർത്താവെ. ഇന്ന് പകലും യേശുവിനെ വിശ്വസിച്ച് ജീവിക്കാൻ, യേശുവിൽ ആശ്രയിച്ച് ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ജീവിതം യേശുവിൽ വിശ്വസിക്കുന്നതാകട്ടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം.